മഴ തോരും മുൻപ് എന്ന പരമ്പരയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന കടപ്പട്ടൂരിൽ നിന്നും കുളത്തൂപ്പുഴയ്ക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ബബിതയും കൂടെ പോരുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അലീന സ്റ്റാൻലിയെ വിളിച്ച് സമ്മതം ചോദിക്കുകയാണ്. സ്റ്റാൻലി ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും അലീനയെ പിണക്കാതിരിക്കാൻ വേണ്ടി സമ്മതം മൂളുകയാണ്. അങ്ങനെ അലീനയും ബബിതയും കുളത്തൂപ്പുഴയിലെത്തുന്നതും മറ്റുമുള്ള സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അങ്ങനെ സ്റ്റാൻലി പറഞ്ഞു വിട്ട കാറിലായിരുന്നു അലീനയും ബബിതയും കുളത്തൂപ്പുഴയിലേക്ക് തിരിച്ചത്. കാർ കുളത്തൂപ്പുഴയിലെത്തിയപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞു. അലീന കാറിൽ നിന്ന് ഇറങ്ങിയതും നായ്ക്കൂടുകളിൽ കിടന്ന നായ്ക്കൾ കുരച്ചും ചാടിയും ബഹളമുണ്ടാക്കി. തുറന്നു വിട്ടിരുന്ന നായ്ക്കൾ ഓടി വന്ന് അവളെ മുട്ടിയുരുമിയും വാലാട്ടിയും കാൽപാദം നക്കിയും സ്നേഹം പ്രകടിപ്പിച്ചു. ആൻ്റപ്പൻ ഓടി ഇറങ്ങി വന്നു. ലഗേജ് എടുക്കാൻ ആൻ്റപ്പനോട് പറഞ്ഞ ശേഷം അലീന ബബിതയോട് കാറിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. ബബിത ചുറ്റും നോക്കി. വീടിൻ്റെയും പരിസരത്തിൻ്റെയും ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇറങ്ങി. പപ്പയെ സിറ്റൗട്ടിൽ കാണാൻ അലീനയ്ക്ക് അല്പം നിരാശ തോന്നി. ആൻ്റപ്പൻ ചേട്ടാ, പപ്പയില്ല ഇവിടെ? റൂമിലുണ്ട്, ആൻ്റപ്പൻ പറഞ്ഞു. അലീന ചേച്ചി, ഇതേ എന്നെ കടിക്കാൻ വരുന്നു. ഒരു നായ ബബിതയുടെ കാൽ മണപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നീ പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല. എൻ്റെ കൂടെ വരുന്നവരെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന് ഇവർക്കറിയാം. അലീന അവളെ സമാധാനിപ്പിച്ചു. എന്നാലും ബബിതയുടെ പേടി മാറിയില്ല. അവൾ അലീനയെ ചുറ്റിപ്പറ്റി സിറ്റൗട്ടിൽ ചെന്ന് കയറി. അലീന അവളെ ഇടനാഴിയിൽ കൊണ്ട് ചെന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ്, ഞാൻ ലഫ്റ്റനൻറ്റ് കേണലിനെ ഒന്ന് കണ്ടിട്ട് വരാം, ഇല്ലെങ്കിൽ കേണൽ ഗർവിക്കും. അലീന സ്റ്റാൻലിയുടെ റൂമിലേക്ക് പോയി. വാതിലിൽ മൃദുവായി തട്ടിയിട്ട് അവൾ കാത്തു നിന്നു. യെസ് കം. അലീന വാതിൽ തുറന്നകത്തേക്ക് കയറി. മേശയ്ക്കരികെ കൈ നീട്ടിപ്പിടിച്ച് സ്റ്റാൻലി നിൽപ്പുണ്ടായിരുന്നു. പപ്പാ, അവൾ ആഹ്ലാദ തിമിർപ്പോടെ വിളിച്ചു. യു ആർ വെൽക്കം മൈ ഗേൾ, അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. അലീന പപ്പയെ അടിമുടി നോക്കി. സ്മാർട്ടായി നിൽക്കുന്നു. സന്തോഷം കൊണ്ട് അവളുടെ മെഴികൾ നനഞ്ഞു. ഇരു കൈകൊണ്ട് അവൾ പപ്പയുടെ കൈ പിടിച്ചു കുലുക്കി. പിന്നെ ഒരു തടസ്സവുമില്ലാതെ അയാളുടെ നെഞ്ചിലേക്ക് ചാരിയെന്ന് പുറത്തുകൂടി കൈചുറ്റി ആശ്ലേഷിച്ചു. സ്റ്റാൻലി അവളുടെ ശിരസിൽ തലോടി. താനൊരു കൊച്ചുകുട്ടിയായി മാറിയെന്ന് അലീനയ്ക്ക് തോന്നി. പിന്നെ കൈ ചുരുട്ടി പപ്പയുടെ വയറിന് മീതെ പതുക്കെ ഇടിച്ചിട്ട് ചോദിച്ചു, പപ്പയുടെ വയറൊക്കെ കുറഞ്ഞല്ലോ. നീ പോയ ശേഷം ഇവിടെ പട്ടിണിയല്ലായിരുന്നു? അയ്യോ കഷ്ടം, കുഞ്ഞുവാവയ്ക്ക് വാരിത്തരാൻ ആരുമില്ലായിരുന്നു അല്ലേ? സ്റ്റാൻലി അത് കേട്ട് ഒച്ച വെച്ച് ചിരിച്ചു. നമ്മുടെ ഗസ്റ്റിനെ കാണണ്ടേ പപ്പയ്ക്ക്? വാ. പപ്പയെ കണ്ടതോടെ ഞാൻ അവളെ മറന്നേ പോയി. എനിക്ക് കാണണ്ട, സ്റ്റാൻലി പറഞ്ഞു. അതെന്താ പപ്പ? നമ്മുടെ വീട്ടിൽ വന്നതല്ലേ, നമ്മുടെ അതിഥിയല്ലേ. പപ്പ ചെന്ന് കാണുകയും രണ്ട് വാക്ക് സംസാരിക്കുകയും ചെയ്യുന്നതല്ലേ ഭംഗി. എനിക്കിഷ്ടമല്ല അലീന. നിനക്ക് ആ വീടുമായുള്ള ഒരു കണക്ഷനും എനിക്ക് അംഗീകരിക്കാൻ വയ്യ, സ്റ്റാൻലി വിട്ടുവീഴ്ചയില്ലാത്ത സ്വരത്തിൽ പറഞ്ഞു. അലീന സങ്കടത്തോടെ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴേ ബബിതയുടെ മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നു. കമനീയമായ വിൻഡോ കർട്ടനുകൾ, ചപ്പർമഞ്ചം പോലെയുള്ള കിടക്ക, സോഫ സെറ്റ്, TV, AC, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, ടീപ്പോ തുടങ്ങിയ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളുള്ള മുറി. ബബിത മുറിയിലൊന്ന് ചുറ്റിത്തിരിഞ്ഞു. നിലത്ത് വിരിച്ച വൃത്താകൃതിയിലുള്ള പരവതാനിയുടെ പതുപതിപ്പിൽ പാദം അമർത്തി നോക്കി. അലീന ചേച്ചിയുടെ റൂമാ ഇത്? അതിശയത്തോടെ ബബിത ചോദിച്ചു. അലീന പുഞ്ചിരിച്ച് തലകുലുക്കി. സ്വന്തം മുറി. പപ്പ എനിക്ക് വേണ്ടി ഒരുക്കി തന്നതാ. സ്വന്തമാണോന്ന് ചോദിച്ചാൽ നമുക്കെന്താ സ്വന്തമായിട്ടുള്ളത്? ഒന്നുമില്ല. ജീവൻ പോലും ഉപേക്ഷിച്ച് പോകേണ്ടവരല്ലേ. എന്നാലും രാജകൊട്ടാരത്തിലെ അന്തപ്പുരം പോലുള്ള ഈ മുറി ഇവിടെ ഇട്ടിട്ടാണ് അലീന ചേച്ചി കടപ്പാട്ടൂർ വന്ന് ഞങ്ങൾക്ക് വെച്ച് വിളമ്പിത്തരികയും ഞങ്ങളുടെ വെഴുപ്പലക്കുകയും മുറ്റവും വീടും തൂത്ത് തുടയ്ക്കുകയൊക്കെ ചെയ്തത്. മോളെ, അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അനാഥയായി വളർന്ന് അടുക്കള ജോലിക്കാരിയായിട്ട് കഴിഞ്ഞുകൂടി എനിക്ക് ഇത്രയും നല്ലൊരു മുറി യേശു ഏർപ്പാടാക്കി തന്നില്ലേ. ഇനി അവൾ ഒരു ജോലിയും ചെയ്യാതെ സൂചിച്ച് മതിച്ച് കിടന്നോട്ടെന്ന് കരുതിയാണോ? ഒരിക്കലുമല്ല. എൻ്റെ കുഞ്ഞ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വരുമ്പോൾ അവൾക്ക് ഒരിത്തിരി നേരം വിശ്രമിക്കാൻ ഒരു നല്ല സ്ഥലം ഒരുക്കി കൊടുത്തേക്കാൻ എന്നെ യേശു കരുതിയിട്ടുള്ളൂ. അതിന് പപ്പായ ചട്ടം കിട്ടിയെന്ന് മാത്രം. ബബിത ഇമയനക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു. എന്താടി ഇങ്ങനെ നോക്കുന്നത്? വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞത്? ബബിത അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു. ആ തോളത്തേക്ക് മോഹം അർപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വിശ്വാസമായി. അവളുടെ സ്വരത്തിൽ നനവ് പടർന്നു. ഞാനൊക്കെ എന്തുമാത്രം അഹങ്കരിച്ചിട്ടുണ്ട് ചേച്ചി. സ്വർണ്ണക്കടയും ജൗളിക്കടയൊക്കെയുള്ള ബാലചന്ദ്രമേനോൻ്റെ മോളാണല്ലോ എന്ന് എല്ലായിടത്തും ഞാൻ ആ തണ്ട് കാണിച്ചിട്ടുണ്ട്. സാരമില്ല, അലീന വാത്സല്യത്തോടെ അവളെ തഴുകി. എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചിയെ തന്നത് യേശുവാണോ? അവൾ നിഷ്കളങ്കതയോടെ ചോദിച്ചു. അലീന അവളുടെ കവിളത്ത് തലോടി. ദൈവം ഒന്നല്ലേ ഉള്ളൂ മോളെ, നിനക്കിഷ്ടമുള്ള പേര് വിളിച്ചോ. ഞാനൊരു ക്രിസ്ത്യാനിയെ പോലെ വളർന്നതുകൊണ്ട് യേശു എന്ന് വിളിക്കുന്നു. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെ കൃഷ്ണൻ എന്ന് വിളിച്ചേനെ. ഞാനൊരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ എൻ്റെ ദൈവം അല്ലാഹു ആകുമായിരുന്നു. പക്ഷേ നമ്മൾ ജനിക്കുന്നതിന് മുൻപേ നമ്മുടെ മതവും ദൈവവും ഏതെന്ന് നമ്മുടെ കുടുംബങ്ങൾ തീരുമാനിച്ചു കഴിയും. നമുക്കതിൽ യാതൊരു പങ്കുമില്ല, അലീന പറഞ്ഞു നിർത്തി.
സ്റ്റാൻലി മയക്കം വിട്ടെഴുന്നേറ്റ് ചായയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കുറേ നാൾ മുൻപായിരുന്നെങ്കിൽ എണീറ്റ ഉടനെ ഒരു പെഗ് ഒഴിച്ച് കഴിക്കുകയായിരുന്നു പതിവ്. അലീന പതിയെ പതിയെ സ്റ്റാൻലിയുടെ മദ്യപാനത്തിൻ്റെ അളവ് കുറച്ചതിന് ശേഷം ചില നേരങ്ങളിൽ കോട്ട തന്നെ ഒഴിവാക്കി. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടത് സ്റ്റാൻലിക്ക് മനസ്സിലായി. ചായ എത്തിക്കഴിഞ്ഞെന്ന്. കമിൻ, അയാൾ പറഞ്ഞു. അലീന ചായയുമായി കയറി വന്നു. അത് കൈപ്പറ്റിയിട്ട് സ്റ്റാൻലി പറഞ്ഞു, എത്ര ദിവസമായി നീ എനിക്കൊരു ചായ തന്നിട്ട്? അതുകൊണ്ട് ഡബിൾ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അലീന കുസൃതിയോടെ പറഞ്ഞു. നീ അല്പം ക്ഷീണിച്ചു പോയി. ഇവിടെ ആയിരുന്നപ്പോൾ അമിതാഹാരമല്ലായിരുന്നോ? പപ്പ മിച്ചം വയ്ക്കുന്നത് കൂടി എടുത്ത് കഴിക്കുന്ന ഡ്യൂട്ടി എനിക്കല്ലായിരുന്നു. പുതിയ പ്ലാൻ വല്ലതുമുണ്ടോ കയ്യിലിരിപ്പ്? ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ പപ്പ, ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. എന്ത് പ്രോഗ്രാം? സ്റ്റാൻലിയുടെ ഒച്ച കനത്തു. ഒരു ടൂർ പ്രോഗ്രാം. സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്. പാക്കേജ് സ്കീം, നമുക്കൊന്നിച്ചു പോവാം. ഓ, അതിനി നടക്കില്ല. നിനക്ക് പാസ്പോർട്ട് ഇല്ലാതെ അങ്ങനെ വിദേശയാത്ര നടത്തുന്നത്? പപ്പായ്ക്ക് എയർ ടിക്കറ്റ് ഇല്ലാതെ പോകാമെങ്കിൽ എനിക്ക് പാസ്പോർട്ട് ഇല്ലാതെയും പോകാം. അലീന കുസൃതിയോടെ പറഞ്ഞിട്ട് മുറി വിട്ടുപോയി. സ്റ്റാൻലി ചെറിയ ചമ്മലോടുകൂടിയിരുന്നു. ചായ കുടിച്ച ശേഷം അയാൾ നായ്ക്കളെയും കൂട്ടി ജീപ്പിൻ്റെ കീയും എടുത്ത് തോട്ടത്തിലേക്ക് പോകാനിറങ്ങി. അയാൾ സിറ്റൗട്ടിലേക്കുള്ള വാതിൽ കടന്നതും നീളൻ വരാന്തയിലൂടെ വന്ന ഒരു പെൺകുട്ടി വാതിലിന് നേർക്ക് തിരിഞ്ഞതും ഒപ്പമായിരുന്നു. സ്റ്റാൻലി സ്തംഭിച്ചുപോയി. വൈജയന്തി, 25 വർഷം മുൻപത്തെ അതേ രൂപത്തിൽ, അതേ വേഷത്തിൽ. ഇത് സ്വപ്നമോ, മായക്കാഴ്ചയോ? ചോരഞരമ്പുകൾ പിണഞ്ഞു കിടക്കുന്ന ആ വലിയ കണ്ണുകളിൽ നിന്നുള്ള നോട്ടമേറ്റ് ബബിത പരിഭ്രമിച്ചുപോയി. ഒരു വലിയ മനുഷ്യരൂപം വാതിലിനരികെ നിറഞ്ഞു നിൽക്കുന്നു. അവൾ ഭിത്തിയിലൂടെ മുതുകു നിരക്കി വാതിൽ കടന്നു. പിന്നെ അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഒറ്റയോട്ടം വെച്ചു കൊടുത്തു. അലീന മുറിയിൽ അലക്കാനുള്ള തുണികൾ ബക്കറ്റിൽ എടുത്തിടുകയായിരുന്നു. ബബിത പേര് വിളിക്കുന്നത് കേട്ട് അവൾ നിവർന്നു. അപ്പോഴേക്കും ബബിത മുറിയിലേക്ക് ഓടിക്കയറി വരികയും ചെയ്തു. എന്തു പറ്റി? നിന്നെ ആരെങ്കിലും ഓടിച്ചോ, അതോ പേടിച്ചോ? അലീന ചേച്ചിയുടെ പപ്പയാണെന്ന് തോന്നുന്നു. വലിയൊരാൾ, തടിയൻ. ബബിത താൻ ഓടി വന്ന ദിക്കിലേക്ക് കൈ ചൂണ്ടി. അതിനാണോ നീ ഓടിയത്? അലീന ചേച്ചി പറഞ്ഞ ശരിയാ. എന്നെ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കി. ബബിത കണ്ണുമിഴിച്ച് അഭിനയിച്ച് കാണിച്ചു. ഹോ, എൻ്റെ പ്രാണൻ പാതിയും പോയി. നിൻ്റെ ഒരു കാര്യം, പപ്പായം പേടിച്ചു പോയി കാണും നിൻ്റെ ഓട്ടം കണ്ടിട്ട്. വാ നോക്കാം. അലീന ഇടനാഴിയിലേക്ക് ഇറങ്ങി. ഞാനില്ല. വാടി. എന്നെ കണ്ടുകൂടാത്ത ആളല്ലേ, ഞാൻ വരില്ല. അലീന സിറ്റൗട്ട് വരെ ചെന്ന് നോക്കി. ഒരു ജീപ്പ് ഗേറ്റിലേക്ക് പോകുന്നത് മാത്രം കണ്ടു. പപ്പ തോട്ടത്തിലേക്ക് പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നീട് രാത്രി അലീനയും ബബിതയും ചേർന്നാണ് അത്താഴം വിളമ്പിയത്. സ്റ്റാൻലി ഊണുമേശയ്ക്ക് അടുത്തേക്ക് വരുന്നത് കണ്ട് അലീന പറഞ്ഞു, പപ്പ 5 മിനിറ്റ് ലേറ്റായി. ഫൈൻ തരണോ ഞാൻ? ഇന്നൊരു ദിവസം ശ്രമിച്ചേക്കാം. പപ്പ, ദാ ഇവളാണ് ബബിത. അലീന അവളുടെ തോളത്തുകൂടി കൈയിട്ട് കൊണ്ട് പരിചയപ്പെടുത്തി. ഓ, ഐ സി. സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ ബബിതയെ നോക്കി. ഇറ്റ്സ് വെരി നൈസ് ടു മീറ്റ് യു. സിറ്റ് ഡൗൺ പ്ലീസ്. സ്റ്റാൻലി ഇരുന്നു. ഒപ്പം മറ്റുള്ളവരും ഇരുന്നു. സ്റ്റാൻലി കഴിക്കുന്നതിനിടയിൽ ബബിതയുടെ നേർക്ക് പാളി നോക്കി, പരുങ്ങലോടെ. പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു. അവൾ തൻ്റെ നേർക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. വൈജയന്തി തന്നെ. പപ്പായേ, ഞാൻ അവതക്കുട്ടിച്ചായനെ വിളിച്ചു. നാളെ കാലത്ത് കക്ഷി ഇവിടെ ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അലീന പറഞ്ഞു. ഇവിടെ വേണ്ട, എൻ്റെ മാളെ കൊള്ളാം, എന്നെ വേണ്ട. അതിന് നടപ്പില്ല. ബബിത മുഖം തിരിച്ച് അലീനയെ നോക്കി. അലീന കണ്ണടച്ച് കാട്ടി. ബബിത അവിടെ ഇരിക്കുന്നത് കൊണ്ട് പപ്പ അസ്വസ്ഥനാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഭക്ഷണം വേഗം കഴിച്ചു തീർത്ത് അയാൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അലീന ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് സ്റ്റാൻലിയുടെ മുറിയിലേക്ക് ചെന്നു. അയാൾ അലമാരയുടെ അടിത്തട്ടുകളിൽ അടിഞ്ഞു കിടന്ന എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തെടുത്തിട്ട ശേഷം ഒരു ടവൽ കൊണ്ട് പൊടി തുടയ്ക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞാൽ പോരെ പപ്പ, ഞാനിതെല്ലാം പൊടി തട്ടി വൃത്തിയാക്കി തരില്ലേ? ഓ, ഇതെനിക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്? ഒന്നുമില്ല. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? പോയി കിടന്നുറങ്ങ്. ഞാനൊരു ഗുഡ് നൈറ്റ് പറയാൻ വന്നതാ. ശരി, ഗുഡ് നൈറ്റ്. എന്നെ പറഞ്ഞു വിടാൻ എന്താ ഇത്ര ധൃതി? ഏതാണ്ട് കള്ളത്തരമുണ്ടല്ലോ. അലീന കുനിഞ്ഞു നിലത്ത് കിടന്ന ഒരു ഡയറി എടുത്ത് പൊടി തട്ടി. അതൊന്നും എടുക്കണ്ട, അവിടെ വയ്ക്കേ. സ്റ്റാൻലി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതിനിടെ അതിനുള്ളിൽ നിന്ന് ഏതാനും പഴയ ഫോട്ടോഗ്രാഫുകൾ താഴേക്ക് ഊർന്നു വീണു. അലീന അതിലൊരെണ്ണം എടുത്തു നോക്കി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹാഫ് സൈസ് ഫോട്ടോ. എൻ്റെ യേശുവേ, ഇതാര്? വൈജയന്തി അല്ലേ പപ്പ ഇത്? ആ, അതൊരു പഴയ ഫോട്ടോഗ്രാഫാ. ആ ഡയറിയിലെങ്ങാണ്ട് കാണാതിരുന്നതാ. സ്റ്റാൻലി ഒഴുക്കം മട്ടിൽ പറഞ്ഞു. നോക്കണേ, ബബിതയുടെ അസൽ പകർപ്പ്. അലീനയ്ക്ക് അതിശയം തീർന്നില്ല. അവൾ മറ്റു ഫോട്ടോകളും എടുത്തു നോക്കി. ഒരു പാസ്പോർട്ട് സൈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബബിത. അതിന്മേൽ ഒരു പച്ച സീൽ. ഏതോ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ നിന്ന് പൊളിച്ചെടുത്തതാണ്. ഇനിയുള്ളത് പോസ്റ്റ് കാർഡ് സൈസ് കളർ ഫോട്ടോകൾ. താജ്മഹലിൻ്റെ പശ്ചാത്തലത്തിൽ സാരി ഉടുത്ത് സുസ്മരവദനയായി ബബിത. ഒരു നദിയുടെ കരയിൽ സൽവാറും കമ്മീസും ധരിച്ച ബബിത. അലീന നിലത്തേക്ക് നോക്കി. ഡയറികളുടെ പുറംചട്ടിൽ എഴുതിയിരിക്കുന്ന വർഷം അവൾ വായിച്ചു. 1982. മറ്റൊരെണ്ണം 1981. ഇനിയൊന്ന് 1983.
പോക്കറ്റ് ഡയറി സൈസിലുള്ള 2-3 ചെറിയ ഫോട്ടോ ആൽബങ്ങൾ. അലീന ഒരെണ്ണം എടുത്തപ്പോൾ സ്റ്റാൻലി തട്ടിപ്പറിച്ചു. മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടരുത്. പപ്പായ്ക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാം അല്ലേ? ഞാനെന്ത് ചെയ്തു? ഇപ്പോൾ ഇതൊക്കെ എടുത്തു നോക്കേണ്ട ആവശ്യം എന്താ? ഇത്രയും കാലം ഇതിവിടെ പൊടി പിടിച്ച് കിടക്കുമല്ലായിരുന്നോ? എന്നിട്ട് പപ്പയ്ക്ക് എടുത്തു നോക്കാൻ തോന്നിയില്ലല്ലോ. എനിക്കെപ്പോഴാണ് സൗകര്യപ്പെട്ടത്? സ്റ്റാൻലി ബലം പിടിച്ച് പറഞ്ഞിട്ട് ഇത്രയും കൂടി ചേർത്തു. ഞാൻ വേറെ സാധനം നോക്കിയപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ കിടക്കുന്നു. ഇതൊന്നും കത്തിച്ച് കളഞ്ഞില്ലായിരുന്നോ? അന്നപ്പനോട് ഞാൻ പണ്ടേ പറഞ്ഞതാണ് വേസ്റ്റൊന്നും അലമാരയിൽ കൂട്ടിയിടരുതെന്ന്. എന്നോട് പറഞ്ഞാൽ പോരെ, ഞാനിപ്പോൾ തന്നെ കത്തിച്ച് കളഞ്ഞേക്കാം. അലീന അതെല്ലാം കൂടെ വാരിയടുക്കി. വേണ്ട, അവരവർ ചെയ്യേണ്ട പണികളുണ്ട്, അത് ചെയ്താൽ മതി. അവിടെ വെച്ചിട്ട് പോ. പപ്പായേ, അലീന മോവൽപ്പം ചിരിച്ച് കൺകോണുകളിലൂടെ നോക്കി ഒരു ഈണത്തിൽ വിളിച്ചു. സകല കള്ളത്തരങ്ങളും പിടിച്ചു കഴിഞ്ഞു എന്നൊരു ധ്വനി ആ വിളിയിലുണ്ടായിരുന്നു. ഞാനൊരു സത്യം പറയട്ടെ പപ്പ, ഇന്ന് ഭവിതയെ കണ്ടപ്പോൾ പപ്പയ്ക്ക് വൈജയന്തിയുടെ ഓർമ്മ വന്നു. പഴയ വൈജയന്തി ഒന്ന് കാണണമെന്ന് തോന്നി. വേറൊന്നിനുമല്ല, ഭവിതയായിട്ട് ഒന്ന് ഒത്തുനോക്കാൻ. പഴയതൊന്നും നശിപ്പിച്ച് കളയാതെ പാത്ത് വെച്ചിരിക്കുകയായിരുന്നു കള്ളൻ. സ്റ്റാൻലി വെറുതെ തലയും താടിയും തടവി അങ്ങും പതറി നോക്കിക്കൊണ്ടിരുന്നു. അലീന നിലത്തിരുന്ന ഡയറികളും ഫോട്ടോ ബുക്കുകളും എടുത്തു. പപ്പയുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി അതിലെ പൊടിയെല്ലാം തുടച്ചു. ഞാനിതൊന്ന് തുറന്നു നോക്കട്ടെ പപ്പ? അവൾ അപേക്ഷയോടുകൂടി നോക്കി. വേണ്ട, എനിക്കത് നാണക്കേടാ. വേറെ ആരുടെയും പടമല്ലല്ലോ, എൻ്റെ പപ്പയുടെയും അമ്മയുടെയും പടങ്ങളല്ലേ. അവർ സ്നേഹിച്ചിരുന്ന കാലത്തെ അല്ലേ. സ്റ്റാൻലി മനസ്സോടെ അലസമായി ഒന്ന് മൂളി. അലീന ഒരു ആൽബം മറിച്ചു. ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ തുടരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.